നമസ്കാരം. സംസ്ഥാനം നേരിടുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ വികസന പ്രവർത്തനങ്ങൾക്കും നിത്യനിദാന ചെലവുകൾക്കുമായി കേരള സർക്കാർ വീണ്ടും കടമെടുക്കുന്നു. 1750 കോടി രൂപയുടെ കടപ്പത്രമാണ് സർക്കാർ ഇപ്പോൾ പുറപ്പെടുവിക്കുന്നത്. ഈ മാസം തന്നെ ഇത് രണ്ടാം തവണയാണ് സർക്കാർ കടമെടുക്കുന്നത് എന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം മോശമാണ് എന്നതിന്റെ സൂചനയാണ്. മാർച്ച് 27 റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇക്യുബേർ സംവിധാനം വഴി ലേലം നടക്കും. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശമ്പളം, പെൻഷൻ, കരാറുകാരുടെ കുടിശ്ശിക തുടങ്ങിയവ നൽകാൻ പണമില്ലാതെ സർക്കാർ ബുദ്ധിമുട്ടുകയാണ്. കഴിഞ്ഞ ആഴ്ച 3700 കോടി രൂപ കടമെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും 1750 കോടി രൂപ കൂടി കടമെടുക്കുന്നത്. ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത കൂടുകയാണ്. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ കടമെടുപ്പ് പരിധിയിലെ നിയന്ത്രണങ്ങൾക്കിടയിലും മുന്നോട്ട് പോകാൻ വായ്പയല്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്ത അവസ്ഥയിലാണ് ധനവകുപ്പ്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകൾ സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നടപടിയാണ് കേരളത്തിന് തിരിച്ചടിയായത്. ഇതുമൂലം കടമെടുപ്പ് പരിധിയിൽ വലിയ വെട്ടിക്കുറവുണ്ടായി. പ്രതിമാസം ശമ്പളത്തിനും പെൻഷൻ ഉൾപ്പെടെ 2000 കോടി രൂപയിലധികം അധികമായി കണ്ടെത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചെലവുകൾ കുത്തനെ ഉയരുന്നത് പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ബില്ലുകൾ മാറി നൽകേണ്ടി വരുന്നതോടെ ഖജനാവിന്മേലുള്ള സമ്മർദ്ദം ഇനിയും വർദ്ധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. സാമൂഹിക ക്ഷേമ പെൻഷൻ അടക്കം നൽകാൻ വേണ്ടി കൂടിയാണ് ഈ കടമെടുക്കൽ. പ്രതിമാസം ശമ്പളത്തിനും പെൻഷനും വേണ്ടി മാത്രം വൻ തുക കണ്ടെത്തേണ്ട സാഹചര്യത്തിൽ നികുതി വരുമാനത്തിലെ വർധനവ് കൊണ്ട് മാത്രം ഒന്നുമാകില്ലെന്ന് ധനവകുപ്പ് വ്യക്തമാക്കുന്നു. റവന്യൂ വരുമാനം കുത്തനെ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര വിഹിതത്തിലെ കുറവും കടമെടുപ്പിലെ നിയന്ത്രണവും ഖജനാവിനെ ശ്വാസം മുട്ടിക്കുകയാണ്. കരാറുകാർക്ക് നൽകാനുള്ള ആയിരക്കണക്കിന് കോടികളുടെ ബില്ലുകൾ ഇപ്പോഴും ട്രഷറിയിൽ കെട്ടിക്കിടക്കുകയാണ്. സാമൂഹിക സുരക്ഷാ പദ്ധതികൾ മുടങ്ങാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഓരോ മാസവും കടമെടുത്ത് മുന്നോട്ട് പോകുന്ന രീതി സംസ്ഥാനത്തെ വലിയൊരു കടക്കണിയിലേക്കാണ് എത്തിക്കുന്നത്. മാർച്ച് 31-നകം പരമാവധി ബില്ലുകൾ മാറി നൽകേണ്ടതുണ്ട്. ഇത് ട്രഷറിയിൽ വലിയ തിരക്കിനും സാമ്പത്തിക സമ്മർദ്ദത്തിനും കാരണമാകും. ഈ സാഹചര്യത്തിൽ പുതിയ കടമെടുപ്പ് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ സംസ്ഥാനം വലിയ വില നൽകേണ്ടി വരും. ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ശക്തമായ രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന നിലപാടാണ് കേന്ദ്രത്തിന്റെ എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. എന്നാൽ സംസ്ഥാനത്തിന്റെ ധൂർത്താണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. രാഷ്ട്രീയ തർക്കങ്ങൾക്കിടയിൽ വലയുന്നത് സാധാരണക്കാരായ ജനങ്ങളും പെൻഷൻ ഗുണഭോക്താക്കളുമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ട്രഷറികളിൽ ഏർപ്പെടുത്തിയേക്കുമെന്ന് സൂചനയുണ്ട്. അത്യാവശ്യ ബില്ലുകൾ മാത്രം മുൻഗണന നൽകാനാണ് നിർദ്ദേശം. സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടെ ഖജനാവിന്റെ സ്ഥിതി കൂടുതൽ ദയനീയമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും മന്ദഗതിയിലായതും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കും. യുദ്ധത്തിൽ വായ്പയെടുത്ത് മുന്നോട്ട് പോകുന്ന സർക്കാർ നയത്തിനെതിരെ സാമ്പത്തിക വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കാതെ വായ്പയെ മാത്രം ആശ്രയിക്കുന്നത് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുമെന്നാണ് അവരുടെ വാദം. എന്നാൽ നിലവിലെ അടിയന്തര സാഹചര്യത്തിൽ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ് സർക്കാർ നൽകുന്ന വിശദീകരണം.